എൻ്റെ മമ്മി എവിടെയോ കണ്ടുപിടിച്ചുണ്ടാക്കിയൊരു വെറൈറ്റി സാധനമാണ് ഈ നിങ്ങൾ കാണുന്നത്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയില്ല. ഞാൻ എന്തായാലും റെസിപ്പി ചോദിച്ചു നോക്കാം. കാണാൻ അത്യാവശ്യം രസമൊക്കെ ഉണ്ട്. സേമിയ എന്തൊക്കെ കിട്ടണ്ടാ, പിന്നെ ശർക്കര ഉണ്ട്, സേമിയ ഉണ്ട്, തേങ്ങ ഉണ്ട്. അട ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് സേമിയ എന്തൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കണത്. സംഭവം നമുക്ക് കഴിച്ചു നോക്കാം. വെറൈറ്റി സാധനമല്ലേ. നൈസാണ്. അതായത് സേമിയ ഇട്ടുകൊണ്ട് ഒരു ക്രിസ്പിനെസ് ഉണ്ട് ഓൾറെഡി. നല്ലൊരു ക്രിസ്പി സാധനം. തേങ്ങയുടെ നല്ലൊരു ചുവയുണ്ട്, പിന്നെ ശർക്കരയുടെ ചുവയുണ്ട്. നമ്മൾ അടയൊക്കെ കഴിക്കൂലേ, അടയൊക്കെ കഴിക്കുമ്പോൾ അടയിലൊക്കെ വെക്കണം അതേ സാധനം, അതേ ടേസ്റ്റ് തന്നെ. ബട്ട് അതിൻ്റെ കൂടെ സേമിയയുടെ ടേസ്റ്റ് വരുമ്പോൾ ക്രിസ്പി, നമ്മൾ കടിക്കുമ്പോൾ ഒരു സാധനം എന്ന് വെച്ചാൽ ആ ഒരു പൊട്ടണ സാധനം ഉണ്ടല്ലോ, അത് കിട്ടും. അതാണ് നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ കണ്ടപ്പോൾ അത്രയും ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല, ബട്ട് നല്ല രസമുണ്ട്. റെസിപ്പി ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്കിത് ഉണ്ടാക്കിയ ആളോട് തന്നെ ചോദിക്കാം. അപ്പോൾ മാമിജി വരൂ പറ, ഇതിൻ്റെ റെസിപ്പി പറ. ഇത് എങ്ങനെ ഉണ്ടാക്കിയ പറ. സേമിയ പാലും റവയും കൂടി മിക്സിയിലിട്ട് അടിക്കും. എന്നിട്ട് ഉപ്പും പഞ്ചസാരയും കൂടി ഇടും. അത് കഴിഞ്ഞിട്ടാണ് ശർക്കരയും പിന്നെ തേങ്ങയും പിന്നെ ഇതിൻ്റെ പേരെന്താ, സേമിയയും കൂടി മിക്സ് ചെയ്യും, ഏലക്കാപ്പൊടി കൂട്ടി. എന്നിട്ട് ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ്. ആവിയിൽ നമ്മൾ അട ഉണ്ടാക്കണ പോലെയാണ് ഗൈസ് സാധനം ഉണ്ടാക്കണത്. പക്ഷേ രസമുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി സാധനം. വെക്കുന്ന സാധനം കൊച്ചു തിന്നാനായിട്ടില്ല, തിന്നാൻ നമുക്ക് കൊടുക്കാം. അപ്പോൾ ശരി.